ഈ കഥയിലെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഒരു വ്യക്തിയാണ് കാൾ ബെൻസിന്റെ ഭാര്യ ബെർത്ത ബെൻസ്. 1888 ഭർത്താവിനോട് മുൻകൂട്ടി പറയാതെ അവർ ഒരു ഓട്ടോമൊബൈലിൽ ആദ്യത്തെ ദീർഘദൂര യാത്ര നടത്തി. 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത അവർ വഴിയിലുടനീളം യന്ത്രത്തകരാറുകൾ പരിഹരിക്കുകയും യാത്രക്കിടയിൽ ആദ്യത്തെ ബ്രേക്ക് ലൈനിംഗ് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓട്ടോമൊബൈൽ വെറുമൊരു കണ്ടുപിടുത്തമല്ല, മറിച്ച് ഒരു പ്രായോഗിക ഗതാഗത മാർഗമാണെന്ന് അവരുടെ യാത്ര തെളിയിച്ചു. ഇത് പൊതുജനവിശ്വാസം വർദ്ധിപ്പിക്കാനും കാറുകളുടെ യഥാർത്ഥ സാധ്യതകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സഹായിച്ചു. 19-ാം നൂറ്റാണ്ട് അവസാനിച്ചതോടെ ഓട്ടോമൊബൈലുകളിലുള്ള താൽപര്യം വർദ്ധിച്ചു. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഉപജ്ഞാതാക്കൾ വ്യത്യസ്ത രൂപകൽപ്പനകളിലും ഇന്ധനങ്ങളിലും പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. ആദ്യകാല കാറുകൾ ചെലവേറിയതും വിശ്വസിക്കാൻ കൊള്ളാത്തതും പ്രവർത്തിപ്പിക്കാൻ പ്രയാസമുള്ളതുമായിരുന്നു. എങ്കിലും ആ ആശയം വേരുപിടിച്ചു. കാറുകൾ എന്നത് വെറുമൊരു സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമായി മാറി. ഈ കാലഘട്ടം കാറുകളുടെ യഥാർത്ഥ ജനനത്തെ അടയാളപ്പെടുത്തുന്നു. ഭാവന നവീകരണമായി മാറിയ കാലം. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹായാത്രയുടെ തുടക്കമായിരുന്നു അത്. ലളിതമായ ഒരു പരീക്ഷണമായി തുടങ്ങിയത് താമസിയാതെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നായി പരിണമിച്ചു.